ഫ്രണ്ട്സ്, ഓപ്പൺ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ മാൾട്ടയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് നമ്മളിവിടെ പരിചയപ്പെട്ട കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ പഠിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും, പിന്നെ നമ്മളിപ്പം ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്, അങ്ങനെയൊക്കെ അവരുടെ എല്ലാവരുടെയും ഒരു ചെറിയൊരു എല്ലാം കൂടി കൂട്ടിച്ചേർത്ത ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും നമ്മുടെ കൂടെ വന്നവരും നമ്മൾ ഒരുമിച്ച് വന്നവരും എല്ലാവരും ഇവിടെ ഒരു ഗ്യാങ് ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഗ്രൂപ്പ്, എന്താ പറയുക, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്സ് സർക്കിളിനൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു സർക്കിള് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. എനിക്ക് ആനുവൽ ലീവാണ് കേട്ടോ. നമുക്ക് മാർച്ച് 31 എടുത്ത് തീർക്കേണ്ട കുറച്ച് ആനുവൽ ലീവ്സ് ഉണ്ട്. അപ്പോൾ ആനുവൽ ലീവ് നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ആഴ്ച എനിക്ക് ആനുവൽ ലീവാണ്. അപ്പം രാവിലെ എഴുന്നേറ്റ് ആസ് യൂഷ്വൽ പിള്ളേരെയൊക്കെ കൊണ്ടുപോയി സ്കൂളിലാക്കി അങ്ങനെ തിരിച്ചു വന്നു. കുറച്ച് പാത്രങ്ങൾ കഴുകാനും കുറച്ച് ചില പണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇപ്പം സ്വസ്ഥമായതേ ഉള്ളൂ. അപ്പം നമുക്ക് എന്നാൽ കുറച്ച് ഒരു ചെറിയൊരു വീഡിയോ എടുത്തേക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ മാൾട്ടയിൽ നിന്ന് കയറി വന്നപ്പം ഞങ്ങളുടെ ഓസ്റ്റി ബാച്ചിൽ 36 പേരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. 2024 ലാസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ ഒരു ബിഗ് ബാച്ചായിരുന്നു. 36 പേരാണ് ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നത്. കുറേ പേര് ഇന്ത്യക്കാരുണ്ടായിരുന്നു, കുറച്ച് പേര് കരീബിയ, പിന്നെ സിംബാബ്വെ, നൈജീരിയ, ഫിലിപ്പീന്, അങ്ങനെ പിന്നെ ഈജിപ്ത്, ഇറാഖ്, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള കുറേ പേരുണ്ടായിരുന്നു. കുറേ പേര് GCC കൺട്രീസിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് വന്നവരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ 36 പേരായിരുന്നു. അത് നമ്മുടെ ഈ ലിങ്കൺഷെയർ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ 3 ഹോസ്പിറ്റലുകളിലേക്കായിരുന്നു നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. പിൽഗ്രിം ഹോസ്പിറ്റൽ ബോസ്റ്റൺ, അങ്ങോട്ടേക്ക് 15 പേര് പോയി. 19 പേര് ലിങ്കൺ കൗണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നു. ഒരാൾ ഗ്രാന്തം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്നു. അങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് ഒക്ടോബർ 28 മുതൽ ഡിസംബർ 5 വരെ ഞങ്ങളെല്ലാവരും താമസിച്ചായിരുന്നു ഗ്രാന്തത്തിലായിരുന്നു. അപ്പം 6 നമുക്ക് അവിടെ നിന്ന് നമ്മുടേതായ പ്ലേസുകളിലേക്ക് നമ്മളെ എല്ലാവരും ഡിസ്പോസ് ചെയ്യും. നമുക്ക് റെസ്റ്റ് ഓഫ് ദി അക്കോമഡേഷൻ നമുക്ക് ഫ്രീ അക്കോമഡേഷൻ ആയിരുന്നല്ലോ. ഏകദേശം 3 മാസത്തോളം ഫ്രീ അക്കോമഡേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഡിസംബർ 6 നമ്മളെല്ലാവരും ഡിസ്പോസ് ആയി. അപ്പോൾ അതിനു മുമ്പ് ഡിസംബർ 5 നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഈറ്റ് ആൻഡ് ഗ്രീറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും അവരുടെ കൾച്ചറൽ പ്രോഗ്രാം അവതരിപ്പിക്കുക, കുറച്ച് എന്തെങ്കിലും പാട്ടും കളികളും, എല്ലാവരും കൂടി ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരിക, അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുക, കുറച്ച് പാട്ടൊക്കെ പാടുക, കുറച്ച് ഡാൻസൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ ഭാഗത്തു നിന്നും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്തത് മ്യൂസിക്കൽ ചെയറായിരുന്നു. അങ്ങനെ മ്യൂസിക്കൽ ചെയറൊക്കെ കളിച്ചു. പിന്നെ ഡപ്പാങ്കൂത്ത് ഡാൻസുകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അവരവരുടേതായ കുറേ ഇംഗ്ലീഷ് സോങ്ങുകൾ ഇട്ട് അവരുടേതായ കുറേ ഡാൻസുകൾ അങ്ങനെയല്ലായിരുന്നു. അത് നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അങ്ങനെ അന്ന് എല്ലാവരും ഒരുമിച്ച് നന്നായിട്ട് ഹാപ്പി ആയിട്ട് പിറ്റേ ദിവസം എല്ലാവരും അവരവരുടെ പോസ്റ്റിംഗ് കിട്ടിയ സ്ഥലത്തേക്കുള്ള അക്കോമഡേഷനിലേക്ക് മാറി. അങ്ങനെ നമ്മുടെ കൗണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്ന 19 പേര്, ഞങ്ങൾ കുറച്ച് പേര് മലയാളികളുണ്ടായിരുന്നു, കുറച്ച് പേര് മറ്റുള്ള രാജ്യക്കാരായിരുന്നു. 2 പേര്, ഒരാൾ തമിഴ്നാട്, ഒരാൾ പഞ്ചാബ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു. പിന്നെ ഡ്യൂട്ടിക്കെല്ലാം പോയി തുടങ്ങി. ഇൻ ബിറ്റ്വീൻ ഞങ്ങൾക്ക് ഓരോരോ വാർഡ് റെഡി പ്രോഗ്രാം എന്ന് പറഞ്ഞ ഓരോ ട്രെയിനിങ്ങും പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രോഗ്രാമിൽ വെച്ച് അവരെ കാണുമായിരുന്നു. പിന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞതോടുകൂടി ആരെയും അങ്ങനെ കാണാതെയായി. എല്ലാവർക്കും പല ഷിഫ്റ്റുകളും അങ്ങനെയൊക്കെ. അപ്പം നമ്മളിവിടെ കൗണ്ടി ഹോസ്പിറ്റലിൽ വന്ന മലയാളി പിള്ളേരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായി. അങ്ങനെ നമുക്ക് നമ്മുടെ ഫാമിലി വരുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് ജോയിൻ ചെയ്യാനും ഒന്ന് ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓണം ക്രിസ്മസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ കൂട്ടം കൂടാനും ചുമ്മാ ഒന്ന് കൂട്ടം കൂടി സൊറ പറയാനും 4 കുറ്റം പറയാനും അങ്ങനെയൊക്കെ നമുക്കും വേണ്ട ഒരു ഗ്രൂപ്പ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഐസൊലേറ്റ് ആയി പോകും, നമ്മൾ ആരും ഇല്ലാതെ ആയിപ്പോകും. നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ നിന്നോ വന്ന ഈ പിള്ളേരൊക്കെ തന്നെയാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ്, നമ്മളൊരു ഗ്യാങ് ആണ്. നമ്മൾ ഒറ്റയ്ക്കല്ലാന്ന് തോന്നിക്കുന്നത് ഇവരെല്ലാവരും കൂടി കൂടുമ്പോഴാണ്. അങ്ങനെ അപ്പം ഇപ്പം ആദ്യം നമ്മുടെ അന്നമോളുടെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മുടെ അന്നമോള് വന്നപ്പോഴത്തേ അവർ നാട്ടിൽ നിന്ന് വന്ന ഉടനെ തന്നെ അന്നമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ കുറച്ച് പേരെല്ലാരും കൂടി ഇവിടെ കൂടി ഭക്ഷണമൊക്കെ ഉണ്ടായി കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മെർലിന്റെ വീട്ടിൽ നിന്ന് മെർലിന്റെ ഹസ്ബൻഡ് വന്നു. അപ്പം ജിതിന്റെ ബർത്ത്ഡേ ആയിരുന്നു.
അതിലെല്ലാവരും കൂടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബിജിയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിനെല്ലാവരും കൂടി അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഗാദറിങ്ങുകളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് രസകരമായ വീഡിയോസ്, പിന്നെ എല്ലാവരും കൂടി കൂടുമ്പം എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കാന്ന് പറയുമ്പോൾ തന്നെ ഒരു മേളമല്ലേ. പെണ്ണുങ്ങൾ കൂടുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു മേളമല്ലേ. അങ്ങനെ നല്ല കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെയാണ്. അപ്പം ഇതിങ്ങനെ മുന്നോട്ട് പോട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ. അപ്പം ഇനി കുറച്ച് പേരുടെ ഫാമിലീസ് കൂടി വരാനുണ്ട്. എല്ലാവരും കൂടി വരുമ്പോഴത്തേക്കും ഒരു പടയ്ക്കുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പം നമ്മുടെ പിള്ളേർക്കും കൂട്ടുകാരുണ്ടാവും, അവരും ഒത്തൊരുമിച്ച് കളിക്കും. ഇപ്പം ഇവരുടെ സ്കൂളിൽ മലയാളീസ് ഇല്ലെന്നാണ് ഞങ്ങളുടെ അറിവ് കേട്ടോ. ഇന്ത്യക്കാരുണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, ശ്രീലങ്കൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ കേരളക്കാരില്ലെന്നാണ് പിള്ളേരങ്ങനെ പറയുന്നത് കേട്ടില്ല. അങ്ങനെ അപ്പം അവർക്കും അത് അവരെവിടെയെങ്കിലുമൊക്കെ നമ്മളെവിടെയെങ്കിലും പോകുകയെന്ന് പറയുമ്പോൾ അപ്പം അവർ ചോദിക്കുക അവിടെ മലയാളികളുണ്ടോ എന്ന്. അപ്പോൾ അവർക്ക് മലയാളത്തിൽ പിള്ളേരുമായിട്ട് പിയർ ഗ്രൂപ്പുമായിട്ട് കളിക്കാനായിട്ടും സംസാരിക്കാനായിട്ടും അവർക്ക് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ ഇപ്പോഴത്തെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെ UK നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ ഒട്ടും വൈകാതെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും